നമുക്ക് നെല്ലിക്ക ആദ്യം പുഴുങ്ങിയെടുക്കണം. ആവിക്ക് വെച്ച് പുഴുങ്ങാൻ വേണ്ടി ആവിക്ക് വെക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് പുഴുങ്ങിയെടുക്കണം. നന്നായി ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് നോക്കിയതാണ്, പൊട്ടുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട കടുക് അങ്ങിടുക. അതങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ഇടാം. ഒരുപാട് ഉലുവ ഇടേണ്ട, കയ്പ്പ് വരും. പൊട്ടുന്നുണ്ട്. നമുക്കിനി വെളുത്തുള്ളി അതിലേക്ക് ഇടാം. കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്, അതുകൊണ്ടാണ് ഇമാതിരി ശബ്ദം കേൾക്കണം പൊട്ടുമ്പോൾ. അതിലേക്ക് ഇടുന്ന സമയത്ത് വെളുത്തുള്ളി ചെറുതായി വാടിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലെ ജലാംശം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വയ്ക്കണം, അല്ലെങ്കിൽ അച്ചാർ പൂത്തുപോകും. അപ്പോൾ നന്നായി ഇളക്കി ജലാംശം കളയാം. കാരണം ഇവിടെ തിള വരുന്നത് ഒന്ന് വറ്റുന്നത് വരെയാണ് നമുക്ക് ജലാംശത്തിൽ നിന്ന് വറ്റിയെന്ന് മനസ്സിലാവുന്നൊരു അവസരം. വെളുത്തുള്ളി ഇഞ്ചിയും മുളകും അങ്ങനെ കരിഞ്ഞു പോകുമൊന്നും വേണ്ട, പാകത്തിന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്കതിലേക്ക് നല്ല കറിവേപ്പില ചേർക്കാം. കായം ചേർക്കാണ്. അച്ചാറിന് ഏറ്റവും നല്ല രുചി കിട്ടുന്നൊരു ഘടകമാണ് കായം. അധികം അങ്ങ് കയ്പ്പ് വരുമേ. നെല്ലിക്ക അച്ചാറിടുന്നത് കൊണ്ട് നമ്മൾ ഉലുവ ആദ്യം ചേർത്തിരുന്നു. എന്നാൽ കൂടിയും കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവാപ്പൊടി കൂടി ചേർക്കണം. അപ്പോഴാണ് ആ ഒരു രുചി നല്ല രസത്തിൽ വരുള്ളൂ. കുറച്ച് ചേർത്താൽ മതിയേ, അല്ലെങ്കിൽ ഉലുവ ഭയങ്കര കയ്പ്പുണ്ടാക്കുന്ന ഒരു സാധനം. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. കാരണം നല്ല നിറമുണ്ടാകും അച്ചാറിന്. ഉപ്പിടാം. നമുക്ക് ഉപ്പിട്ടാൽ കുറച്ചുകൂടി വേഗത്തിൽ വഴന്നു വരും. അധികം ഉപ്പ് ചേർക്കാറില്ല. നമ്മൾ സാധാരണ വാങ്ങുന്ന അച്ചാറുകൾക്ക് ഉപ്പാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കാരണം അച്ചാർ അധിക കാലം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പിടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്തിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമുക്ക് പ്രഷറുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അച്ചാറുണ്ടാക്കുന്നത്. ഉപ്പ് മുമ്പന്തിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ രുചിയൊന്നും നമുക്ക് മനസ്സിലാവില്ല, ഉപ്പ് മാത്രമേ തിരിയുള്ളൂ. ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിൽ ഉപ്പ് അങ്ങനെ മുൻപിൽ നിൽക്കില്ല, പാകത്തിന് ഉപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുറമേ ഉള്ളവർക്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് കൂട്ടി അച്ചാറിൻ്റെ രുചി എന്നത് നമ്മൾക്ക് അറിയുന്നത് ഉപ്പാണ്. ഉപ്പല്ല അച്ചാറിൻ്റെ രുചി. യഥാർത്ഥ അച്ചാറിൻ്റെ രുചി അറിയണമെങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? കാശ്മീരി മുളക് പൊടി ചേർക്കാം. കുറച്ച് കൂടുതൽ ഇടാട്ടോ, കാരണം നല്ല നിറം കിട്ടണം. ഒരുപാട് എരിവൊന്നുമില്ല. കാശ്മീരി മുളകിന് ആകെ നിറമേ ഉള്ളൂ, എരിവ് വളരെ കുറവാണ്. അച്ചാറിന് കുറച്ച് എരിവൊക്കെ വേണമല്ലോ, പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും നമ്മൾ അച്ചാറിന്. എന്നാലും മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ മുളക് പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, എരിവുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബാക്കി മുളക് പൊടി ചേർക്കാം.
നല്ല എരിവുണ്ടാവില്ല. അച്ചാറിൽ കുറച്ച് എരിവൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് അങ്ങ് വരില്ലല്ലോ. നമുക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ. കാരണം ചാറ് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നെല്ലിക്ക കൂടി ചേർക്കാം. വളരെ രുചികരമായിട്ടുള്ള അച്ചാറാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്നത്. അച്ചാർ കഴിക്കുമ്പോൾ അച്ചാറാണെന്ന് തോന്നണം. സാധാരണ നമ്മൾ കഴിക്കുന്ന പല അച്ചാറ് നല്ല തോന്നും, ഉപ്പാറ് എന്നാ തോന്നുള്ളൂ. ഇതൊന്ന് ആവിക്ക് വെച്ച് പുഴുകി വെച്ചിട്ടുണ്ടായിരുന്ന നെല്ലിക്കയാണ്. നെല്ലിക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തതാണ് ഞാൻ. പക്ഷേ ഇത് ആവിക്ക് വെച്ച സമയത്ത് ഉപ്പ് ചേർത്തില്ല. കാരണം ആവിയുടെ മുകളിൽ വെച്ചായതുകൊണ്ട് വെള്ളത്തിലിട്ടല്ല പുഴുങ്ങിയത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ചേർത്തിട്ടുണ്ടാവും. ഉപ്പ് പക്ഷേ അധികം ആവില്ല കേട്ടോ. ഇതിലേക്കത്തേക്ക് വേണ്ട ഉപ്പേ ആവുള്ളൂ. ഒരുപാട് ചാറൊന്നുമുള്ള അച്ചാറല്ല. പക്ഷേ ഇത് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും എല്ലാ മസാലയും അച്ചാറിലേക്ക് പിടിച്ച്, നെല്ലിക്കയിലേക്ക് പിടിച്ച് അച്ചാർ ഒരു നല്ല അച്ചാറായിട്ട്, നല്ല രുചിയുള്ള അച്ചാറായിട്ട് മാറിയിട്ടുണ്ടാവും. വാങ്ങുന്ന അച്ചാറുകൾ സ്ഥിരമായിട്ട് കഴിക്കാതെ അവനവന് വേണ്ട അച്ചാർ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ മാറണം. ആരോഗ്യമാണല്ലോ പ്രധാനം. ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സിട്രിക് ആസിഡൊക്കെ ചേർത്ത്, ആസിഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണല്ലോ അച്ചാർ ഉണ്ടാക്കുന്നത്. അതൊന്നും ചേർക്കാതെ തന്നെ ഉള്ള അച്ചാറുകൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് തീ കൂട്ടി വെക്കാം. മസാല ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചതാക്കും. ഇനി ഒന്ന് കുറച്ച് നേരം തീ കൂട്ടി വെക്കാം. വെന്തതാണ്, ഇനി ഒരുപാട് വേവാനൊന്നുമില്ല. എന്നാൽ പോലും ഒന്ന് മസാലകൾ നെല്ലിക്കയിലേക്കൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു അല്പനേരം നമുക്ക് വയ്ക്കാമെന്ന് മാത്രം. ഇത് ഇന്ന് കഴിച്ചാൽ, ഉണ്ടാക്കുന്ന ദിവസം തന്നെ കഴിച്ചാൽ അതിൻ്റെ രുചി അത്ര സുഖമായിരിക്കില്ല. കാരണം ആവിക്ക് വെച്ച് വേവിച്ചിട്ടുള്ള നെല്ലിക്ക ആയതുകൊണ്ട് അതിനൊരു രുചിയില്ല, ഒരു നിർജീവമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിലേക്ക് മസാലയൊക്കെ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. കുറച്ച് ദിവസത്തിന് ശേഷം ഉപയോഗിക്കാനുള്ളതാണ് നല്ലത്. ഓക്കെ, മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു പുളിയൊക്കെ ഉള്ളൊരു സാധനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് പുളി, മധുരം എല്ലാം കൂടി ചേരുമ്പോൾ മധുരമൊന്നും മുന്നിട്ട് നിൽക്കില്ല. പിന്നെ എന്നാലും എല്ലാം കൂടി ഒരു ബാലൻസ് ആവുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് പഞ്ചസാരയില്ല. അപ്പോൾ കുറച്ച് കൽക്കണ്ടമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതാ കുറച്ച് കൽക്കണ്ടം. ഇത് പൊടിച്ചതൊന്നുമല്ല. പിന്നെ ഈ ഒരു ചൂടൊക്കെ ഇതിൻ്റെ ഒരു ഇതൊക്കെ നിന്ന് കഴിയുമ്പോൾ തന്നെ ഇതെന്താകും, അതിലേക്ക് ചേർന്നോളും. ഇപ്പോൾ കല്ലായിട്ട് കിടക്കുന്നതിൽ ആരും വിഷമിക്കൊന്നും വേണ്ട. ഇതിലേക്ക് അലിന്ന് ചേർന്നോളും. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളിത് കുപ്പിയിലേക്കാക്കി മാറ്റുമ്പോൾ ചെറിയ കുപ്പിയിലാണ് ആക്കി വെക്കേണ്ടത്. ആ സമയത്തേക്കും എല്ലാം അതിൻ്റെ എല്ലാം ചേർന്നിരിക്കും. കാണാൻ നല്ല ഭംഗിയില്ലേ അച്ചാറ്? എല്ലാം ചേർന്ന് ഒരുപാട് വെള്ളത്തിലൊന്നും അല്ല കേട്ടോ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കേടാവാനുള്ള സാധ്യത അല്പം പോലും ഇല്ല. ഇനി നമ്മളിത് കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് നല്ലെണ്ണ ഒന്ന് കാച്ചിയ ശേഷം, തണുപ്പിച്ച ശേഷം ആ അച്ചാർ ഭരണിയിൽ നമ്മളിത് ഇട്ടതിൻ്റെ മുകളിൽ നല്ലെണ്ണ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ടൊരു വെളുത്ത തുണി അതിൻ്റെ മുകളിൽ ആ എണ്ണയ്ക്ക് മുകളിലിടുക. അപ്പോൾ എന്ന് വെച്ചാൽ പൂപ്പൽ വരില്ല. അതാണ് ചെയ്യേണ്ടത്.